ഹായ് വെൽക്കം ഓൾ. നമ്മൾ മൊഡ്യൂൾ 3 ആയ ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസിലെ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് എന്ന ചാപ്റ്ററാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 ടൈപ്സ് ഓഫ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ടൈപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻറ്റഗ്രൽസ് ഓഫ് ദി ഫോം ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഓൾ പവർ എൻ ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഡി എക്സ്. സോ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഫോം നമുക്ക് പ്രോബ്ലത്തിലൂടെ നോക്കാം. ഇൻറ്റഗ്രേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഫസ്റ്റ് പ്രോബ്ലം എക്സ് പവർ 7 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് പവർ 8 ഓൾ ക്യൂബ്. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടൈപ്പിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ ഒരു ടേമിന് മാത്രം, ഐ മീൻ എക്സ് ക്യൂബിന് എക്സ് സ്ക്വയറിന് അങ്ങനെ മാത്രമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിരിക്കുന്നതിന് മൊത്തം കൊടുക്കണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 പ്ലസ് എക്സ് പവർ 8 ഉണ്ട്. നമുക്കറിയാം അതിൻ്റെ ഡെറിവേറ്റീവിൽ എക്സ് പവർ 7 വരുന്നുണ്ട്. ഇൻ പെർട്ടിക്കുലർ 1 പ്ലസ് എക്സ് പവർ 8ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 8 എക്സ് പവർ 7 ആണ്. സോ അതിൽ 8 ഇല്ലാന്നേ ഉള്ളൂ, എക്സ് പവർ 7 ഇവിടെയുണ്ട്. ഓക്കെ, സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കി നോക്കാം ആൻസർ. സോ ഇവിടെ നമ്മൾ പുട്ട് 1 പ്ലസ് എക്സ് പവർ 8 ഇസ് ഈക്വൽ ടു യു. സോ ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. Taking derivative on both sides with respect to x എന്ത് കിട്ടും? ഇവിടെ 8 എക്സ് പവർ 7 കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ആണ്. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് 8നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ എന്ത് പറ്റും? ഡി എക്സ് പവർ 7 ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ 8 ഡി യു. ക്ലിയർ ആണോ നോക്കുക? സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി? ഇൻറ്റഗ്രൽ എക്സ് പവർ 7 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് പവർ 8 ഓൾ ക്യൂബ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് പവർ 7 അവിടെ കിടക്കട്ടെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് ബാക്കിയുള്ളത് 1 ബൈ ഈ ബ്രാക്കറ്റിനുള്ളതിനുള്ള നമ്മൾ യു എന്നാണ് വിളിച്ചത്. സോ യു ക്യൂബ് ഇവിടെ എന്ത് വരും? 1 ബൈ 8 ഡി യു വരും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു സ്കെയിലാറിന് പുറത്തേക്ക് എടുക്കാം. ഇൻറ്റഗ്രൽ 1 ബൈ യു ക്യൂബ് എന്താണ്? യു പവർ -3 ആൻഡ് ഡി യു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 8 ഇൻറ്റു യു പവർ -3യുടെ ഇൻറ്റഗ്രൽ എന്താണ്? യു പവർ -3 പ്ലസ് 1 ഡിവൈഡ് ബൈ -3 പ്ലസ് 1 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 8 ഇൻറ്റു യു പവർ -2 ഡിവൈഡഡ് ബൈ -2 പ്ലസ് c. And this is equal to minus 1 by 16 into u power -2 plus c. So this is equal to minus 1 power 16. u എന്തായിരുന്നു? 1 plus x power 8 ആണ്. power -2 plus constant of integration. Okay. അടുത്ത പ്രോബ്ലം x into square root of x square plus 9 ആണ്. ഇവിടെ നമ്മൾ എക്സ് സ്ക്വയറിന് മാത്രമല്ല സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, എക്സ് സ്ക്വയർ പ്ലസ് 9 തന്നെ കൊടുക്കും. സോ നോക്കുക, പുട്ട് എക്സ് സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു യു. സോ ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് കിട്ടും? ഇവിടെ എന്താ നമുക്ക് കിട്ടുക? 2x കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് വരും. ആൻഡ് ദിസ് ഇംപ്ലൈസ് നമുക്കിവിടെ പുറത്ത് എക്സ് മാത്രമേ ഉള്ളൂ. സോ നമ്മളിവിടെ എന്ത് ചെയ്യുക? 2നെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് വന്നത്, സോ ഡിവൈഡ് ചെയ്ത് പോവുക. അതേപോലെ ഡി എക്സ് ഇവിടെ ഡിവിഷൻ ആയിട്ടാണ് വന്നത്, സോ ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുക. ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 ഡി എക്സ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇതിനൊന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് ഇതിന് എഴുതാം. ഓക്കെ, കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് എക്സിന് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് യു ഇൻറ്റു എക്സ് ഡി എക്സ് എന്താണ്? 1/2 ഡി യു. ഓക്കെ, ഇനി സ്കെയിലാറിന് പുറത്തെടുക്കുക. 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ റൂട്ട് യു എന്താണ്? യു പവർ 1/2 ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു യു പവർ 1/2യുടെ ഇൻറ്റഗ്രൽ എന്താണ്?
u power 1/2 plus 1 divided by 1/2 plus 1 plus constant of integration. And this is equal to 1/2 into 1/2 plus 1 എന്താണ് 3/2 ആണ്. നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണത്. താഴെയും 3/2 വരും പ്ലസ് സി. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഈ 2 ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി 1/3 ഇൻറ്റു യു പവർ 3/2 പ്ലസ് സി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു യു എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 9 ആണ് പവർ 3/2 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. അടുത്ത പ്രോബ്ലം എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഓൾ പവർ 8. സോ ഇവിടെ 2 ബ്രാക്കറ്റ് ഉണ്ട്. ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എന്നുള്ളത് സംശയം തോന്നരുത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. സോ എന്ത് പറ്റും d/dx ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 എന്താണ് 2x പ്ലസ് 2 ആണ്. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. ഓക്കെ, സോ ഇവിടെ എക്സ് പ്ലസ് 1 അതേപോലെ ഉണ്ട്, ഒരു 2ൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ഇതിനാണ്. ഓക്കെ, സോ ആൻസർ പുട്ട് എക്സ് സ്ക്വയർ പ്ലസ് 2x plus 3 is equal to u, taking derivative with respect to x എന്ത് കിട്ടും ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2x plus 2 is equal to du by dx എന്ന് കിട്ടും. This implies 2 പുറത്തേക്ക് എടുക്കുക, x plus 1 is equal to du by dx എന്ന് കിട്ടും. And this implies 2നെ അങ്ങോട്ട് കൊണ്ടുപോവുക, dxനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. So x plus 1 into dx is equal to 1/2 into du. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലം എടുക്കുക. ഇൻറ്റഗ്രൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഓൾ പവർ 8 ഡി എക്സ് എന്ത് വരും? സോ ഇതിനെ ആദ്യം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 പവർ 8 ഇൻറ്റു എക്സ് പ്ലസ് 1 dx. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഈ ബ്രാക്കറ്റ് ഉള്ളതിനെ നമ്മൾ യു എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ യു പവർ 8 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് എന്താണ് 1/2 ഇൻറ്റു ഡി യു ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ യു പവർ 8 ഡി യു, ഡി എക്സ് അല്ല ഡി യു. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു യു പവർ 8ൻ്റെ ഇൻറ്റഗ്രൽ എന്താണ് യു പവർ 9 ഡിവൈഡഡ് ബൈ 9 പ്ലസ് സി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/18 ഇൻറ്റു യു പവർ 9 പ്ലസ് സി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/18 ഇൻറ്റു യു എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 പവർ 9 പ്ലസ് സി. അടുത്ത പ്രോബ്ലം 1 പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് സൈൻ എക്സ്. സോ ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല. സോ ഏത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവായിട്ടാണ് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവായിട്ട് അടുത്ത ഫംഗ്ഷൻ വന്നിട്ടുണ്ടാവും, ആ ഫംഗ്ഷൻസ് ഏതാണെന്നുള്ളത് നോക്കുക. സോ ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1 പ്ലസ് കോസ് എക്സ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ ആൻസർ പുട്ട് എക്സ് പ്ലസ് sin x is equal to u and taking derivative with respect to x എന്ത് കിട്ടും 1 plus cos x is equal to du by dx എന്ന് കിട്ടും. So this implies that dxനെ ഇങ്ങോട്ട് കൊണ്ടുവരിക 1 plus cos x dx എന്ത് വരും du എന്ന് വരും. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് മടങ്ങുകയാണെങ്കിൽ 1 പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് ആണ്. സോ ഇതെന്ത് വരും? ഇതിനൊന്നും കൂടി അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ബൈ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നമ്മൾ എഴുതാം. സോ ദിസ് ഈസ് ഇൻറ്റഗ്രൽ 1 ബൈ എക്സ് പ്ലസ് സൈൻ എക്സ് യു ആണ് ഇൻറ്റു ഇതെന്ത് വരും ഡി യു ആയിട്ട് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/യുടെ ഇൻറ്റഗ്രൽ എന്താണ് നമുക്കറിയാം. എന്താണ് 1/യുടെ ഇൻറ്റഗ്രൽ ലോഗ് എക്സ് ആണ്. 1/xൻ്റെ ഇൻറ്റഗ്രൽ ലോഗ് എക്സ് ആണ്. സോ 1/യുടെ ഇൻറ്റഗ്രൽ എന്തായിരിക്കും ലോഗ് യു ആയിരിക്കും പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് യു എന്തായിരുന്നു എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്
പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, അടുത്ത പ്രോബ്ലം ടാൻ ക്യൂബ് എക്സ് ഇൻറ്റു സീക്സ് സ്ക്വയർ എക്സ് ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുക ഏത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് വന്നത് നോക്കുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും അടുത്ത ഫംഗ്ഷൻ, അതേതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്കറിയാം ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്, സീക്സ് സ്ക്വയർ എക്സ്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ നമ്മൾ ബേസിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അതേപോലെ തന്നെ തന്നിട്ടുണ്ടാവും, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്സ് സ്ക്വയർ എക്സ്. സോ നമ്മളിവിടെ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്, ടാൻ എക്സിന്, ടാൻ ക്യൂബിന് കൊടുക്കരുത്. സോ ആൻസറായിട്ട് ടാൻ എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു യു ആൻഡ് ടേക്കിംഗ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് എന്ത് കിട്ടും, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്സ് സ്ക്വയർ ആണ്. സീക്സ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ആണ്. ദിസ് ഇംപ്ലൈസ് സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്തായിട്ട് മാറും, ഡി യു ആയിട്ട് മാറും. സോ ക്വസ്റ്റ്യൻ എന്തായി, ഇൻറ്റഗ്രൽ ടാൻ ക്യൂബ് എക്സ് സീക്സ് സ്ക്വയർ എക്സ് ആണ്. സോ ഇതിനെ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ എഴുതാം, ദിസ് ഈസ് ടാൻ എക്സ് ദി ഹോൾ ക്യൂബ് ആണ് ഇൻറ്റു സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടാൻ എക്സ് എന്താണ്, യു ആണ്, യു ക്യൂബ് ഇൻറ്റു സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്താണ്, ഡി യു ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു യു ക്യൂബിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്, യു പവർ 4/4 പ്ലസ് സി ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു യു എന്തായിരുന്നു, ടാൻ എക്സ് ആണ്. സോ 1/4 ഇൻറ്റു ടാൻ എക്സ് ഓൾ പവർ 4 പ്ലസ് സി. ദിസ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ടാൻ എക്സ് ഓൾ പവർ 4 എന്താണ്, ടാൻ പവർ 4x പ്ലസ് സി. അടുത്ത പ്രോബ്ലം എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ നമുക്കിവിടെ എക്സ് ഉണ്ട്. സോ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവിൽ എന്ത് വരുന്നുണ്ട്, എക്സ് വരുന്നുണ്ട്. സോ ഇവിടെ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്, ഈ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലുള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ ആൻസർ പുട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ യു. ഓക്കെ, നെക്സ്റ്റ് ടേക്കിംഗ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് എന്ത് കിട്ടും, ഇവിടെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 2x ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇവിടുത്തെ 2വിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഡി യു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എടുക്കുക, ഇൻറ്റഗ്രൽ എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ആണ്. ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എക്സ് ഡി എക്സ്. ഇതെന്ത് വരും, ഇൻറ്റഗ്രൽ 1 സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ യു. ഓക്കെ, എക്സ് ഡി എക്സ് എന്തായിരുന്നു, 1/2 ഡി യു ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/√u ഡി യു. ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/√uവിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/√u എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/u പവർ 1/2 ആണ്. അത് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ എന്ത് വരും, u പവർ -1/2 ആയിട്ട് വരും. സോ ദിസ് ഈസ് u പവർ -1/2 ഡി യു. 1/2 ഇൻറ്റു u പവർ -1/2യുടെ ഇൻറ്റഗ്രൽ എന്താണ്, u പവർ -1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -1/2 പ്ലസ് 1 പ്ലസ് സി. ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു -1/2 പ്ലസ് 1 എന്താണ്, u പവർ 1/2 ആണ്, ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് സി. ദിസ് ഈസ് ഈക്വൽ ടു 2 ക്യാൻസൽ ആവും, u പവർ 1/2 പ്ലസ് സി ആവും. പക്ഷേ u പവർ 1/2ൽ u എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പവർ 1/2 ആണ് പ്ലസ് സി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ പവർ 1/2 നമുക്ക് എങ്ങനെ എഴുതാം, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലായിട്ട് എഴുതി കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. ഈ പ്രോബ്ലം നോക്കുക, ഇ പവർ എക്സ് ഇൻറ്റു സീക്സ് സ്ക്വയർ ഇ പവർ എക്സ് ആണ്. സോ നമ്മളിവിടെ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് നോക്കുക. നമുക്കറിയാം ഇ പവർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ പവർ എക്സ് തന്നെയാണ്. സോ പുട്ട് ഇ പവർ എക്സ് ഇസ് ഈക്വൽ ടു യു
and taking derivative with respect to x എന്ത് കിട്ടും? e power x is equal to du by dx. And this implies that e power x dx is equal to du ആണ്. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോവുക. ഇൻറ്റഗ്രൽ ഇ പവർ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ ഇ പവർ എക്സ് ഡി എക്സ് ദിസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർ ഇ പവർ എക്സ് ഇൻറ്റു ഇ പവർ എക്സ് ഡി എക്സ്. സോ ഇതെന്തായിട്ട് മാറും? ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർ ഇൻറ്റു ഇ പവർ എക്സ് എന്താണ്? യു ആണ്. ഇനി ഇ പവർ എക്സ് ഡി എക്സ് എന്തായിട്ട് മാറി? ഡി യു ആയിട്ട് മാറി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർ എന്താണ്? tan x ആണ്. സോ ദിസ് ഈസ് tan u പ്ലസ് സി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു tan ഓഫ് u എന്താണ്? ഇ പവർ എക്സ് ആണ് പ്ലസ് സി. ഓക്കെ, അടുത്ത പ്രോബ്ലം. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. സോ ഈ പ്രോബ്ലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ അവിടെ അതേപോലെ തന്നെയുണ്ട്. സോ നമ്മൾ എന്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക? സൈൻ ഇൻവേഴ്സ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. സോ പുട്ട് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു യു ആൻഡ് ടേക്കിംഗ് ഡെറിവേറ്റീവ് on both sides with respect to x, what you get? Sin inverse x in the derivative 1 by square root of 1 minus x square ആണ്. u in the derivative with respect to x du by dx ആണ്. So this implies that ഇവിടെ 1 by square root of 1 minus x square ഉണ്ട്. നമുക്കൊരു dxനെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. So dx divided by square root of 1 minus x square എന്ത് വരും? du വരും. ഓക്കെ, ഇനി നമ്മുടെ പ്രോബ്ലം എടുക്കുക. So integral sin inverse of x the whole cube divided by square root of 1 minus x square dx. And this is equal to എന്ത് വരും? ഇൻറ്റഗ്രൽ ഇതിനൊന്ന് മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് യു ആയിരുന്നു. സോ യു ക്യൂബ് ഡി എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്താണ്? ഡി യു ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു യു ക്യൂബിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? യു പവർ 4/4 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു യു എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ സൈൻ ഇൻവേഴ്സ് എക്സ് പവർ 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് സി. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ടാൻ എക്സ് ആണ്. സോ നമ്മളിവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ നേരിട്ട് ഇൻറ്റഗ്രൽ ചെയ്യാനോ ഒന്നും കിട്ടുന്നില്ല. സോ നമ്മളിവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ എക്സിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിക്കുക. സോ ദിസ് ഈസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ആണ്. ഓക്കെ, നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അതിൽ മൈനസ് ഇല്ല, സൈൻ എക്സ് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. സോ നമ്മളിവിടെ അറിയാം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് സംതിങ് ഇസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞ് ചെയ്യുമ്പം ഡി എക്സ് മേലെയായിട്ടാണ് വരിക. കാരണം ഡി യു ബൈ ഡി എക്സ് എഴുതിയിട്ട് ഡി എക്സിനെ ഈക്വൽ ടു സൈനിൻ്റെ ഇടതുവശത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ അവിടെ നമുക്ക് ഏതാ വരിക? ഇവിടെ നിങ്ങൾ സൈൻ എക്സിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കോസ് എക്സ് താഴെ ആയിട്ടാണ് വന്നത്. കാരണം 1 ബൈ കോസ് എക്സ് അല്ല സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. സോ നമ്മൾ നേരെ തിരിച്ച് ചിന്തിക്കുക. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. സോ സൈൻ എക്സ് ന്യൂമറലേറ്ററിലായിട്ട് വരും. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? പുട്ട് കോസ് എക്സ് ഇസ് ഈക്വൽ ടു യു, ദെൻ ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് കിട്ടും? മൈനസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് കിട്ടും. സോ ദിസ് ഇംപ്ലൈസ് ഇവിടെ മൈനസ് ഒന്നുമില്ല. സോ ആ മൈനസിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറും? ഇൻറ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഡി എക്സ് വരും. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. സോ ഇൻറ്റഗ്രൽ 1 ബൈ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ആവും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ
കോസ് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് യു ആയിരുന്നു. സോ 1/u sin x dx എന്താണ്? -du ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻറ്റഗ്രൽ 1/u du. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1/uയുടെ ഇൻറ്റഗ്രൽ എന്താണ്? log u ആണ് പ്ലസ് സി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് log u എന്താണ്? കോസ് എക്സ് ആണ് പ്ലസ് സി. ഇവിടെ മൈനസ് വന്നതുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് വേറെ രീതിയിലുമായിട്ട് മാറ്റാം. കാരണം ഇത് ഒരു ആൻസർ തന്നെയാണ്. സോ നിങ്ങളോട് വെരിഫൈ ദാറ്റ് വേറൊരു ആൻസറിലോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ആൻസറാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് എത്തുന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം log 1 എന്താണ്? 0 ആണ്. സോ ദിസ് ഈസ് log 1 മൈനസ് log ഓഫ് കോസ് എക്സ് എന്ന് എഴുതുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ, കാരണം log 1 0 ആണ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം log a മൈനസ് log b എന്താണ്? log ഓഫ് a ബൈ b ആണ് പ്ലസ് സി. ഓക്കെ, log a മൈനസ് log b എന്താണ്? log ഓഫ് a ബൈ b ആണ്. പക്ഷേ നമുക്കറിയാം 1/cos x എന്താണ്? sec x ആണ്. സോ ദിസ് ഈസ് log ഓഫ് sec x പ്ലസ് സി. ഓക്കെ, സോ ഇൻറ്റഗ്രൽ ടാൻ എക്സ് പറയുമ്പം ഈ ആൻസറും ശരിയാണ്, ഇതേ ആൻസർ തന്നെയാണ് ഇത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് വെരിഫൈ ദാറ്റ് ഇൻറ്റഗ്രൽ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു log ഓഫ് sec x പ്ലസ് സി എന്നായിരിക്കും ചോദിക്കുക. സോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തെറ്റിയെന്ന് വിചാരിക്കരുത്, മുന്നോട്ട് പോവുക. സോ നിങ്ങൾ ഈ ആൻസറിലോട്ട് എത്തും. അടുത്ത പ്രോബ്ലം 1 + log x the whole cube divided by x. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ log എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1/x എവിടെയുണ്ട്? സോ നമ്മൾ log എക്സിനെ മാത്രമായിട്ട് എടുക്കുന്നില്ല, ഈ ബ്രാക്കറ്റ് മൊത്തമായിട്ട് എടുക്കുകയാണ്. 1 + log എക്സിൻ്റെ ഡെറിവേറ്റീവ് തന്നെ എന്താണ്? 1/x ആണ്. സോ ആൻസർ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1 + log എക്സിനാണ് ഈക്വൽ ടു യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് കിട്ടും? 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്, du/dx കിട്ടും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ dx/x ഇസ് ഈക്വൽ ടു du. ആൻഡ് ഇൻറ്റഗ്രൽ 1 + log x the whole cube divided by x dx എന്ത് വരും? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ 1 + log x the whole cube into dx/x എന്ന് എഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 + log x u ആണ്, u³ ഇൻറ്റു dx/x എന്താണ്? du ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു u⁴/4 പ്ലസ് സി. ദിസ് ഈസ് ഈക്വൽ ടു u എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + log x ആണ്, പവർ 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് സി. Homeworks 1. 3x² minus 4x plus 1 all cube into 3x minus 2. 2. Sin power 4x into cos x. 3. 3 plus 2x all divided by 2 plus 3x plus x². 4. Sec x. 5. Cot x. 6. Cosec x. And 7. 1/x into log x.